നമസ്തേ. ജനം സ്പെഷ്യൽ ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. CAA വിരുദ്ധ റാലിയിൽ മലപ്പുറത്തെ മുഖ്യമന്ത്രിയുടെ വിവാദ പ്രസംഗത്തെക്കുറിച്ചാണ് ഇന്ന് ജനം സ്പെഷ്യൽ ഡിബേറ്റ് ചർച്ച ചെയ്തത്. എന്തായാലും ചർച്ചയിലേക്കും അതിഥികളിലേക്കും എത്താം. അതില് മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും എല്ലാം വിവിധ തരത്തിലുള്ള ആക്രമണങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ജീവനാശം വലിയ തോതിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് നാശനഷ്ടങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇതിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിലൊന്നിലും ഒരു തരത്തിലുള്ള വിഷമവും RSSനില്ല. അവര് അതിനെയും കൂടുതൽ വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ അവര് കേന്ദ്രീകരിച്ചിരിക്കുന്നത് മുസ്ലിമിലാണ്. മുസ്ലിമിനെ രാജ്യത്ത് രണ്ടാം തരം പൗരരാക്കി മാറ്റുകയാണ്. മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് നിന്ന് നിഷ്കാസനം ചെയ്യേണ്ട വിഭാഗമായി മുസ്ലിമിനെ സംഘപരിവാർ കാണുന്നു. അതിൻ്റെ ഭാഗമായുള്ള ഒട്ടേറെ നടപടികൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്വീകരിക്കുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ മഹത്തുക്കൾ അത് എല്ലാ വിഭാഗവുമാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക ജാതിയിലോ പ്രത്യേക മതത്തിലോ പെട്ടവരല്ല. എല്ലാ മതത്തിലും ജാതിയിലും എല്ലാ വിഭാഗത്തിലും പെട്ട ഇന്ത്യക്കാർ ഒരേ വികാരത്തോടെയാണ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയത്. ഇവിടെ മുസ്ലിം നാമധാരികൾക്ക് പൗരത്വം പോലും നിഷേധിക്കണമെന്ന് വാശി പിടിക്കുന്ന RSSകാര് നമ്മുടെ രാജ്യത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തെ തന്നെ നിഷേധിക്കാനാണ് തയ്യാറാകുന്നത്. താജ്മഹലും അതുപോലെ തന്നെ ഫത്തേപൂർ സിക്രിയും ജുമാ മസ്ജിദുമൊക്കെ നമ്മുടെ രാജ്യത്ത് പടുത്തുയർത്തിയത് മുഗൾ രാജാക്കന്മാരാണ്. ഇപ്പോഴും നമ്മുടെ രാഷ്ട്രവും നമ്മുടെ നാടിനെ നമ്മുടെ രാജ്യത്തെ അറിയുന്നവരുമെല്ലാം ഏറ്റവും അധികം വിലമതിക്കുന്ന സ്മാരകങ്ങളായിട്ടാണ്, ഇന്ത്യയുടെ സ്വത്തായാണ് ഇതിനെ കാണുന്നത്. അതേപോലെ തന്നെ ഈ പറയുന്ന RSSകാര് അറിയുമെന്നറിയില്ല, ഷാജഹാൻ ചക്രവർത്തിയുടെ മൂത്ത മകൻ ദാരാഷിക്കോ അദ്ദേഹം സംസ്കൃതം പഠിച്ച് 50 ഉപനിഷത്തുക്കളാണ് പേർഷ്യൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. അതുകൊണ്ടാണ് ഉപനിഷത്തുക്കളുടെ സാരം ലോകം അറിയുന്നതിന് ഇടയായത്. പേർഷ്യയിലേക്ക് അദ്ദേഹം ഉപനിഷത്തുക്കൾ തർജ്ജമ ചെയ്തപ്പോൾ ആ തർജ്ജമ ചെയ്ത ഉപനിഷത്തുക്കൾ പിന്നീട് ഡ്യൂപ്പറോൺ എന്ന പാതിരി ലത്തീൻ ഭാഷയിലേക്ക് ഭരണഘടനയുടെ അനുച്ഛേദം 11 പ്രകാരം പൗരത്വം സംബന്ധിച്ച നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരം ഉപയോഗിച്ച് പാർലമെന്റ് പാസാക്കിയ നിയമം. ആരുടെയും പൗരത്വം എടുത്തു കളയാനല്ല നിയമമെന്ന് പല ആവർത്തി കേന്ദ്ര സർക്കാർ വിശദീകരിച്ചിട്ടും ഇത് മനസ്സിലാക്കാത്തത് അല്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് നടിക്കുന്നത് ആരൊക്കെ, എന്തിനു വേണ്ടി? മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറത്ത് നടത്തിയ പ്രസംഗത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ് രാജ്യമെമ്പാടും. തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ അത്തരമൊരു പ്രസംഗത്തിന്റെ ഉദ്ദേശശുദ്ധിയാണ് സംശയമുനയിൽ ആക്കുന്നതും. വിദ്വേഷത്തിന്റെയും ഭിന്നിപ്പിന്റെയും പ്രസംഗമെന്ന് BJPയും മതവോട്ടുകൾ ലക്ഷ്യം വെച്ചുള്ള രാഷ്ട്രീയ കളിയെന്ന് കോൺഗ്രസും പറയുന്നതിന്റെ സാരമെന്ത്? ജനപ്രത്യേക ചർച്ച ഈ വിഷയമാണെന്ന് പരിശോധിക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഷാബു പ്രസാദ്, ഒപ്പം LDF നേതാവ് അഡ്വക്കേറ്റ് സതീഷ് വസന്ത് എന്നിവരാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഇരുവർക്കും ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഷാബു പ്രസാദിലേക്ക്. ഈ മലപ്പുറത്തെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഇപ്പോൾ കൂടുതൽ വിവാദമാവുകയാണ്, പരാതി പ്രളയമാണ്. താങ്കൾക്ക് ആദ്യം ഈ പ്രസംഗം കേട്ടപ്പോൾ മനസ്സിൽ തോന്നുന്ന കാര്യം? അതിനകത്ത് പ്രത്യേകിച്ച് അത്ഭുതമൊന്നും തോന്നുന്നില്ല. ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് നമുക്ക് ഉള്ളൂ. കാരണം മലപ്പുറത്ത് ചെന്നിട്ട് അവിടെ മുസ്ലിം സഹോദരന്മാർ അവരുടെ ഒരു ബഹുഭൂരിപക്ഷമുള്ള ആ ഒരു സ്ഥലത്ത് ചെന്നിട്ട് 100% അവരെ തെറ്റിദ്ധരിപ്പിക്കാനും അവരെ ഭയാക്രാന്തരാക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് എന്തിനാണ്? ഇവരുടെ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു സ്ഥിരം പ്രവർത്തന ശൈലിയുണ്ട്.
അവർക്ക് ഈ ലോകത്തിൽ ആരെയും വിശ്വാസമില്ല. സ്വന്തം നിഴലിനെ പോലും ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു പ്രത്യേക വർഗമാണ് ഈ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറയുന്നത്. അതങ്ങ് വലിയ സോവിയറ്റ് യൂണിയൻ മുതൽ നമ്മുടെ ഈ കൊച്ചു കേരളം വരെ അങ്ങനെയാണ്. ആൾക്കൂട്ടം കൂടുമ്പോൾ മാത്രമാണ് ഇവർക്കൊരു ധൈര്യമുണ്ടാകുന്നത്. അത് കഴിഞ്ഞ് ഇവർ സ്വയം ഭയപ്പെട്ട് മറ്റുള്ളവരെ ഭയപ്പെടുത്തി, അങ്ങനെ ഭയപ്പെടുത്തി ഭയത്തിൽ ജീവിക്കുന്ന ഒരു ഭീരുക്കളുടെ കൂട്ടമാണ്. ഇവ ഈ തെരഞ്ഞെടുപ്പ് എടുത്ത സമയത്ത്, തെരഞ്ഞെടുപ്പ് കുറച്ച് നാളായിട്ട് തന്നെ, ഏതാണ്ട് 1.5 പതിറ്റാണ്ടായിട്ട് തന്നെ ഇവിടുത്തെ ഈ LDF UDF കുത്തകയായിരുന്ന ഈ മുസ്ലിം വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറുക എന്നുള്ളത് ഇവരുടെ ഒരു പാർട്ടി നയമായിരുന്നു. പാലക്കാട് പ്ലീനം തൊട്ട് അവർ അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയതാണ്. അതിൻ്റെ അകത്ത് അവർ വലിയ ഒരു പരിധിയോളം വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അതിന്റെ ഫലമായിരുന്നു 2021 ചരിത്രത്തിലാദ്യമായിട്ട് തുടർഭരണമൊക്കെ കിട്ടിയതൊക്കെ അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ടാണ്. മുസ്ലിം ഭൂരിപക്ഷ ന്യൂനപക്ഷങ്ങളുടെ വലിയ ഒരു ശതമാനം വോട്ട് LDF അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. അത് കൂടുതൽ ഉറപ്പിക്കുക എന്നുള്ളതല്ലാതെ അതിന് ഏറ്റവും പറ്റിയ മാർഗം അവരെ ഭയപ്പെടുത്തുക എന്നുള്ളതാണ്. ഇവിടെ RSSും BJPയും കേന്ദ്ര ഗവൺമെന്റും എല്ലാം കൂടെ ഈ നാട്ടിലെ ഏതാണ്ട് 20 കോടിയോളം വരുന്ന ഒരു വലിയ ജനവിഭാഗത്തിനെ ഇവിടെ നിന്നങ്ങ് നാട് കടത്താൻ പോകുന്നു. അവരുടെ പൗരത്വം ഇല്ലാതാക്കാൻ പോകുന്നു. അവരെ അവരുടെ പൗരാവകാശങ്ങൾ ഇല്ലാതാക്കാൻ പോകുന്നു. ഈ രീതിയിൽ ഉള്ള പ്രചരണത്തിന്റെ ഉദ്ദേശം അത് തന്നെയാണ്. ഇനി ഒരു കാര്യം നമുക്ക് വെറുതെ സാമാന്യ ബുദ്ധിക്ക് ആലോചിച്ചാൽ പോലെ, ഈ രാജ്യത്തെ ഇത്രയും, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ മുസ്ലിം ജനസംഖ്യയാണ് ഭാരതത്തിലുള്ളത്. 1ാമത്തെ രാജ്യം ഇന്തോനേഷ്യയാണ്. 2ാമത്തെ രാജ്യമാണ് ഭാരതം. അങ്ങനെ ഈ നാട്ടിലെ ഞാൻ അവരെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ന്യൂനപക്ഷമെന്നല്ല. ദേ ആർ ദ സെക്കൻഡ് ലാർജസ്റ്റ് മെജോറിറ്റി ഇൻ ദ കൺട്രി. അങ്ങനെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഒരു ജനവിഭാഗത്തിനെ ഒന്നാകെ അങ്ങനെ ഇല്ലാതാക്കാനോ ഉന്മൂലനം ചെയ്യാനോ അല്ലെങ്കിൽ അവരെ വിവേചനം കാണിക്കാനോ ഇങ്ങനെ ഒരു ജനാധിപത്യ രാജ്യത്ത് കഴിയുമോ? ആര് വിചാരിച്ചാലും അത്രയും സാമാന്യ ബുദ്ധി നമുക്കില്ലേ? പക്ഷേ ഇവർ അവരെ ഈ രീതിയിൽ ഭയപ്പെടുത്തി വെറുപ്പ് സൃഷ്ടിക്കുന്നതിൽ ഇവർ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതൊരു സത്യമാണത്. അത് ആ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയാതെ പോയിട്ട് കാര്യമൊന്നുമില്ല. കാര്യം ഇതൊക്കെ എല്ലാവർക്കും ജനങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ അത് കാര്യമൊന്നുമില്ല. പക്ഷേ ഇവർ ഈ വെറുപ്പും ഈ അവരെ മുസ്ലിം ജനസാമാന്യത്തെ വലിയൊരു വിഭാഗത്തിനെ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നതിലും അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം കൊയ്യുന്നതിലും ഇവർ വലിയൊരു പരിധിയോളം വിജയിച്ചിട്ടുണ്ട്. അത് നമുക്ക് ആ യാഥാർത്ഥ്യം അംഗീകരിച്ച് മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഇതിന് ഒരൊറ്റ പ്രതിവിധിയേ ഉള്ളൂ. ഇതിന്റെ പ്രതിവിധി എന്ന് പറഞ്ഞാൽ ആ മുസ്ലിം ജനസാമാന്യം, സാധാരണ മുസ്ലിങ്ങൾ, ഈ നാട്ടിൽ അന്തസ്സായിട്ട് ജോലി ചെയ്തും മാനം മര്യാദയ്ക്കും ജീവിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ, അവർ ഈ തെറ്റിദ്ധാരണയിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളതല്ലാതെ, അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ലാതെ അത് അടുത്തൊന്നും അത്ര എളുപ്പമൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. കാരണം ആ മുസ്ലിം ജനവിഭാഗത്തിന്റെ ഒരു സ്ട്രക്ചർ അങ്ങനെയാണ്. വളരെ സംഘടിതമാണ്. ആ ഒരു മതബോധമുള്ളവരാണ്. ആ മതത്തിൻ്റെതായ ഒരു ചട്ടക്കൂട് വളരെ ശക്തമാണ്. അതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് അവർക്ക് ചിന്തിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും പരിമിതികളുണ്ട്. ആഗ്രഹമുണ്ടെങ്കിൽ പോലും അങ്ങനെ സ്വാർത്ഥരായ ഒരു മത നേതൃത്വവും അവരെ വഴിതെറ്റിക്കുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വവുമാണ് ഈ കേരളത്തിലുള്ളത്. ഇത് രണ്ടും കൂടി ചേർന്ന് ആ മുസ്ലിം ജനസാമാന്യത്തിലെ ഉൽപ്പതിഷ്ണുക്കളായ മര്യാദക്കാരായ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ മുഴുവൻ അവർ ഒരു തരത്തിലുള്ള ആശയപരമായ ഒരു തടവിലാക്കിയിരിക്കുക. ഇവർ പറയുന്നത് അവർക്ക് വിശ്വസിച്ചേ പറ്റൂ എന്ന ആ ഒരു നിസ്സഹായ അവസ്ഥയിലേക്ക് ഈ വിഭാഗത്തിനെ എത്തിച്ചിരിക്കുകയാണ്. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അത് കൂടുതൽ ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ്
ആ മുഖ്യമന്ത്രി ഇന്ന് ഇത് പറഞ്ഞിരിക്കുന്നത്. അഡ്വക്കേറ്റ് ഈ സതീഷ് വസന്ത്, ഇത് തന്നെയാണോ ഈ മുഖ്യമന്ത്രി മലപ്പുറത്ത് പോയി ഇങ്ങനെ ഒരു പ്രസംഗം നടത്തുന്നു, തെക്കൻ കേരളത്തിലൊന്നും ഇത്തരം പ്രസംഗങ്ങൾ കണ്ടില്ല എന്നാണ് BJP പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു ആരോപണം. ഇനി BJP മാത്രമല്ല, മുസ്ലിം വോട്ടുകൾ അല്ലെങ്കിൽ ലക്ഷ്യം വെച്ചിട്ടാണ് ഇത്തരം ഒരു പ്രസംഗം മലപ്പുറത്ത് നടത്തിയതെന്ന് കോൺഗ്രസും സമാനമായ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. നോക്കൂ അനു, ഇപ്പൊ മുഖ്യമന്ത്രി മലപ്പുറത്ത് സംസാരിച്ചാണല്ലോ വിഷയമായിട്ട് എടുക്കുന്നത്. നമുക്കിപ്പം മറ്റന്നാൾ, അതായത് വ്യാഴാഴ്ച തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം, കഴക്കൂട്ടത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ CA പറ്റിയുള്ള ഒരു വലിയൊരു ക്യാമ്പയിൻ നടക്കുകയാണ്, വലിയൊരു സമ്മേളനം ഇവിടെ ട്രിവാൻഡ്രത്താണ്. നമുക്ക് മലപ്പുറത്ത് മാത്രമല്ല, അദ്ദേഹം എല്ലാ ജില്ലകളിലും പോയി ഈ CA പറ്റി, ഈ പൗരത്വ നിയമത്തിനെ പറ്റി സംസാരിക്കണം. അത് മലപ്പുറത്ത് മാത്രമല്ല. പിന്നെ ഇപ്പൊ എന്താണ് അതിന് സംഭവിച്ചത്? ഇപ്പം ഇദ്ദേഹം പറഞ്ഞാല് നമ്മളെ ഇന്ത്യക്കകത്ത് അല്ലെങ്കിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സെക്കൻഡ് ലാർജസ്റ്റ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ്, ആണല്ലോ. ആ മുസ്ലിങ്ങളെ ഭയപ്പെടുത്തുമെന്നാണ് പറയുന്നത്. ആരാണ് പറയുന്നത്? ഷാഹുൽ സാറും BJPയും അതുപോലെ സംഘപരിവാറെല്ലാം പറയുന്നു. എന്താണ് ഇതിന്റെ സംഭവം? ഞാൻ ഒരു കാര്യം, ഒരു കമ്മ്യൂണിറ്റിയെ മറ്റിപ്പം 3 രാജ്യങ്ങൾ, അതായത് പാകിസ്ഥാൻ, ഇസ്ലാമാബാദ്, ഇത് നമ്മളെ വേറൊരു രാജ്യം, ഈ 3 രാജ്യങ്ങളിലുള്ള മുസ്ലിങ്ങൾ മാത്രം ഇതിൻ്റെ അകത്ത് പൗരത്വം കൊടുക്കുന്നു. ഈ പൗരത്വ നിയമത്തിനനുസരിച്ച് ഇപ്പം തന്നെ നിങ്ങൾ പറഞ്ഞല്ലോ, ഈ ഇലക്ഷൻ സമയത്താണോ ഇതൊക്കെ നമുക്ക് ഇലക്ഷന് തൊട്ട് മുമ്പില് ഈ പൗരത്വ നിയമം കൊണ്ടുവന്ന് ഇത്രയും കാലം ഇരുന്നല്ലോ BJP സർക്കാർ, ഇത്രയും കാലം ഇരുന്നു. എന്തുകൊണ്ട് പൗരത്വ നിയമം അപ്പോഴും കൊണ്ടുവരാത്തത്? ശരി, വേണ്ട, ഇപ്പൊ ഇലക്ഷൻ കഴിയുമല്ലോ, ഒരു 3 മാസം കഴിഞ്ഞിട്ട്, ഇലക്ഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ വരൂ, നമുക്ക് ചർച്ച ചെയ്യാം. ചർച്ച ചെയ്ത് അല്ല, അത് ഞാനിത് പറയുന്നത്, ഈ പൗരത്വത്തിന്റെ മുസ്ലിങ്ങളെ മാത്രം എന്താണ് പറ്റുന്നത്? ഒരു മതവിഭാഗത്തിന് ഇന്ത്യ ഇനി നിങ്ങൾ ഇതൊക്കെ പറഞ്ഞല്ലോ, നമ്മളെ ഭരണഘടനയുടെ അനുച്ഛേദനം അനുസരിച്ച് ഇത് തെറ്റാൻ നടപടി. നോക്കൂ, കോൺസ്റ്റിറ്റ്യൂഷണൽ നമ്മൾ എങ്ങനെയാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്? എല്ലാ മതവിഭാഗവും, അത് ഒരു മതത്തിന് മാത്രമല്ല, എല്ലാ മതവും ഇവിടെ ജീവിക്കാം, അവിടെ അവരെ ആരാധന സ്വാതന്ത്ര്യം നടത്താം, ഇതെല്ലാം നടത്തുന്ന ഒരു സെക്യുലർ കൺട്രിയാണ് ഇന്ത്യ. ആ സെക്യുലർ കൺട്രിയിൽ ഒരു വിഭാഗത്തെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് സനു? നമ്മളൊക്കെ ഹിന്ദുക്കളാണ്. ഞാനൊരു സംശയം, ഒരു വിഭാഗത്തെ മാത്രം മാറ്റി നിർത്തുന്നു എന്ന് CAയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പറയാമോ? കാരണം ഈ മറ്റ് രാജ്യങ്ങളിൽ, നമ്മുടെ രാജ്യങ്ങളിലെ ന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം നൽകുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ. പൗരത്വം, ആരുടെയും പൗരത്വം എടുത്തു കളയുന്നു എന്ന നിയമം പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, അതുകൊണ്ട് നമുക്ക് ഭയപ്പാടുണ്ട്. ഇദ്ദേഹം പറഞ്ഞ ബാബുപ്രസാദ് സാർ പറഞ്ഞല്ലോ, മുസ്ലിങ്ങൾ, ഞാൻ പറയട്ടെ, ബീഫ് കൈവച്ചതിന് മുസ്ലിങ്ങളെ എത്ര പേര് അടിച്ചു കൊന്നിട്ടുണ്ട് വടക്കേ ഇന്ത്യയിലൊക്കെ? ബീഫ് കഴിച്ചെന്ന് പറഞ്ഞുകൊണ്ട് എത്ര മുസ്ലിങ്ങൾ അടിച്ച്, അതുപോലെ അദ്ദേഹത്തെ ആ കുടുംബത്തിന് തന്നെ നാശനഷ്ടങ്ങൾ എത്തിയിട്ടുണ്ട്. എന്താ അത് ബാബുപ്രസാദ് സാർ പറയാത്തത്? ഏത് ഭക്ഷണം കഴിക്കണമെന്ന് BJPയും അല്ലെങ്കിൽ സംഘപരിവാറോ തീരുമാനിക്കുന്നത്? പറയൂ. തൊട്ടടുത്തുള്ള മാലിയിൽ നിന്ന് നമ്മളെ തൊട്ടടുത്തുള്ള നമ്മളെ ഇത് ഉണ്ടായിരുന്നല്ലോ, അവിടെ ചെന്നിട്ട് ഇന്ന ഭക്ഷണമേ കഴിക്കാവുന്ന എങ്ങനെയാണ് പറയുന്നത് നിങ്ങൾ പറയുന്നത്? അപ്പൊ നമുക്ക് ഭയപ്പാടുണ്ടെന്നേ, മുസ്ലിങ്ങളെ നിങ്ങൾ ഇപ്പൊ ഈ മലപ്പുറത്ത് കണ്ടപ്പോഴത്തേക്ക് ഈ BJPക്കും അതുപോലെ തന്നെ കോൺഗ്രസിന്, ഇപ്പൊ നേരത്തെ ബാബുപ്രസാദ് സാർ പറഞ്ഞ കാലാകാലങ്ങളിൽ മുസ്ലിങ്ങൾ കോൺഗ്രസിന്റെ കൂടെ ആയിരുന്നു. പക്ഷെ കോൺഗ്രസിൽ നിന്നാൽ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടൂല എന്ന് ആ സമൂഹം തിരിച്ചറിഞ്ഞു. അത് സ്വാഭാവികമായി LDFിലേക്ക് പോകും, സംഘപരിവാറിലേക്ക് പോകില്ലല്ലോ. ഇല്ലല്ലോ, അത് സ്വാഭാവികമായിട്ടും LDFിലേക്ക് വരും. നമുക്ക് ജീവിക്കണ്ടേ, അവർക്കൊരു പ്രൊട്ടക്ഷൻ വേണ്ടേ? അത് എല്ലായിടത്തും ചർച്ച ചെയ്യണമല്ലോ. ഞാൻ ഇത് പറയുന്നത് ഈ മുസ്ലിങ്ങൾക്ക് ഭയപ്പാടുണ്ടാക്കുന്നത്, എന്ത് ഭയപ്പാടാണ് മുഖ്യമന്ത്രി അവിടെ പറഞ്ഞത്? മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞില്ലേ. നിങ്ങൾ പറയുന്ന അത് ഇലക്ഷൻ പ്രഖ്യാപിച്ച കോഡ് ഓഫ് കോണ്ടാക്റ്റിൽ അത് വന്നതാണെന്ന്. കോഡ് ഓഫ് കോണ്ടാക്റ്റിൽ വന്നെങ്കിൽ ഒരു 3 വർഷത്തിന് മുമ്പത്തേക്ക് കർണാടകയിലെ കേന്ദ്രമന്ത്രിയായ കലൈഞ്ജർ എന്താണ് അവിടെ പറഞ്ഞത് അറിയാലോ. എന്താണ് പറഞ്ഞത്? തമിഴ്നാട്ടിൽ നിന്നുള്ളവര് ബോംബ് വയ്ക്കാനും കേരളത്തിനുള്ള യുവജനങ്ങൾ പോകുന്നത് ആസിഡ് ഒഴിക്കാനും ആണെന്നും എന്താ അപ്പോഴും കോഡ് ഓഫ് കോണ്ടാക്ട് ഇല്ലേ? അപ്പൊ ഈ നിയമങ്ങളൊന്നും ഇല്ലേ? അപ്പൊ മുഖ്യമന്ത്രി പറയുന്നു, നിങ്ങൾ ഇവരെന്തിനാണ് ബേജാറാവുന്നത്? ഇവരൊക്കെ എല്ലാവർക്കും അറിയാം, കേരളത്തില്
മുസ്ലിം സമുദായം ഇപ്പം LDFന്റെ കൂടെയാണ്, 100% LDFന്റെ ആണ്. അത് ആ ഭയപ്പാടിന്റെ കാര്യത്തിലാണ് കോൺഗ്രസും BJP ഒക്കെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് സ്വാഭാവികമായും മുഖ്യമന്ത്രി മലപ്പുറത്ത് മാത്രമല്ല, ഞാൻ ഇത് പറയുന്നല്ലോ, ഇപ്പൊ വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് പ്രസംഗിക്കുന്ന അദ്ദേഹം ഈ CA പറ്റി, പൗരത്വ നിയമനത്തിനനുസരിച്ച് ഈ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ സംസാരിക്കുകയാണ്. നിങ്ങൾ പരിശോധിക്കും, നിങ്ങൾ എന്തിനാണ് പരിക്കുന്നത്? ഇപ്പൊ ഇവരൊക്കെ ഒരു സംശയം, നേരത്തെ ബാബുപ്രസാദ് സാർ പറഞ്ഞല്ലേ, മുസ്ലിങ്ങൾ സമുദായം LDFന്റെ കൂടെ തന്നെ, അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം നടക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ അവർ നിൽക്കും, സ്വാഭാവികമല്ലേ? അതിന് ആർക്കും ഭയപ്പെട്ടുകൊണ്ടോ ഒന്നുമില്ല, ഒരു കാരണവുമില്ല. മനസ്സിലാക്കണം, അവര് LDFന്റെ കൂടെ നിൽക്കുകയും LDFക്ക് വോട്ട് ചേഞ്ച് ചെയ്യും. അത് ഇത്തവണ ഈ പാർലമെന്റ് ഇലക്ഷനിൽ അതിന്റെ പ്രതിഫലനം കാണും, സ്വാഭാവികം. അതിനെന്താ ബേജാറാവുന്നത്? അപ്പൊ ഇത് എവിടെയാണ് ഇതിന്റെ ലംഘനം എന്ന് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷനിലെ ലംഘനം എന്താണ് ഒരു മുഖ്യമന്ത്രി എവിടെയാണ് ചെയ്തിട്ടുള്ളത്? പറയൂ, എവിടെയാണ് പറയും? എന്താണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? ഭയപ്പാടോടെ രാജ്യത്ത് ജീവിക്കാനാവൂ എന്ന് ഒരു മുഖ്യമന്ത്രി പറയുമ്പോൾ അത് എപ്രകാരമുള്ള ഒരു സന്ദേശമാണ് ജനങ്ങളിലേക്ക് എത്തുന്നത് എന്നത് മനസ്സിലാകാത്തോണ്ടാണ്. അല്ല, ഭയപ്പാട് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ബീഫ് കൈവശം വെച്ചതിനും ബീഫ് കൊണ്ടുപോയതിനും ബീഫ് കഴിച്ചതിനും മുസ്ലിങ്ങള് തല്ലിക്കൊന്നില്ലേ? ആ തല്ലിക്കൊന്നുമ്പോഴത്തേക്ക് മുസ്ലിങ്ങൾക്ക് ഭയപ്പാടുണ്ടാവുന്നേ. അതെന്താ ഇതൊക്കെ പറയാത്തത്? അത് പറയൂ. ഇപ്പൊ നമുക്ക് ഇന്ത്യക്കകത്ത് ഇങ്ങനൊരു നിയമം കൊണ്ടുവരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, ഒരു പൗരത്വ നിയമം. അത് മുസ്ലിങ്ങൾക്ക് കൊടുക്കൂ, ശരി, തീവ്രവാദികൾക്ക് നിങ്ങൾ കൊടുക്കണ്ട. അങ്ങനെ പറഞ്ഞ ഒരു സമുദായത്തിന് മാത്രം മാറ്റി നിർത്തുമ്പോഴത്തേക്ക് സ്വാഭാവികമായി ഇവിടെ ഇരിക്കുന്ന മുസ്ലിങ്ങൾക്കും പറയും. നിങ്ങൾക്ക് അറിയാമോ, ഒരു ഹെഗ്ഡെ എന്ന് പറഞ്ഞുകൊണ്ട് കർണാടകയിലെ ഒരു MP ഉണ്ട്, അദ്ദേഹം പറഞ്ഞെന്തെന്നറിയാമോ? ഒരു യോഗത്തിൽ പറഞ്ഞതെന്ന് വെച്ചാൽ BJP ഭൂരിപക്ഷമായിട്ട് വരണമെങ്കിൽ ഇവിടുത്തെ നമ്മളെ അല്ലെ, അങ്ങനെയല്ലേ പറഞ്ഞത്? കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ മാറ്റി എഴുതുമെന്നാണ്. ഇത് ഞാനല്ലത്, വീഡിയോയിലൊക്കെ നമ്മൾ വന്നതല്ലേ, അല്ല നമ്മൾ ഇത് പറഞ്ഞല്ലേ. അപ്പൊ ഇത് ഭയപ്പാട് ഉണ്ടാക്കും സാർ, ഭയപ്പാടുണ്ട്, അവർക്കെല്ലാം ഭയപ്പാടുണ്ട്. അത് നമ്മൾ സാറ് ചിരിച്ചിതല്ല. കാര്യം എന്ന് വെച്ചാൽ അത് മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരു ഭയപ്പാടുണ്ട്. അത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള ഭയപ്പാടല്ല. ഈ നിയമം കൊണ്ടുവന്നപ്പോഴും മോഡി സർക്കാർ 3ാം അധികാരത്തിൽ വരുന്നെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഭയപ്പാടുണ്ട്. ആ ഭയപ്പാടിന്റെ കാര്യമാണ് മുഖ്യമന്ത്രി മലപ്പുറത്ത് പറഞ്ഞത്. അതിൽ എന്ത് തെറ്റെന്ന് എനിക്ക് നമുക്ക് മനസ്സിലാവുന്നില്ല. ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും ഭയപ്പാടോടെ ആണോ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഇവിടെ നമുക്കിടയിൽ? അത് സാരമില്ല. ഈ ഭീരുക്കൾക്ക് തോന്നും ലോകത്ത് ബാക്കിയുള്ളവരെല്ലാവരും അവരോട് ചേർന്ന് നിൽക്കുന്നവരൊക്കെ ഭയത്തിലാണ് ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഭയപ്പെടുത്തി ഭയത്തിൽ ജീവിക്കുന്ന ഒരു പ്രത്യേക തരം ഭീരുക്കളാണ് ഈ കൂട്ടരെന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പേടിച്ചരണ്ട് ജീവിക്കുന്നവരാണ് എന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയാണ് ഇവർക്കുള്ളത്. ഇപ്പൊ നമുക്കല്ല എന്താ ഇതിന് പറയാൻ കഴിയുക. ഒന്നാമത്തെ കാര്യം, ഇദ്ദേഹം ശരിക്കും ഈ പൗരത്വ നിയമത്തിനെ പറ്റി ശരിക്കും അദ്ദേഹത്തിന് അറിയില്ല എന്ന് തോന്നുന്നു. ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഉള്ളത് അദ്ദേഹം ഇവിടെ പറഞ്ഞാണ്. പാകിസ്ഥാൻ, ഇസ്ലാമാബാദ്, പിന്നെ വേറെ ഏതോ രാജ്യം, ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത്. അതായത് അദ്ദേഹത്തിന് തന്നെ ഇതിനെപ്പറ്റി യാതൊരു ധാരണയുമില്ല, എന്താണ് ഈ സാധനം എന്നുള്ളത് അറിയില്ല. അങ്ങനെയുള്ളവരോട് നമ്മൾ ഇനി ഈ നിയമത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ പറ്റിയും നൂലാമലകളെ പറ്റിയും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഒരുമാതിരി വൃഥാവ്യായമായതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. കാര്യം ഈ കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഈ രാജ്യത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട, ഒരുപാട് പേർ പറഞ്ഞ, ഒരു വിശദീകരിക്കപ്പെട്ട ഒരു കാര്യമാണ് ഈ പൗരത്വ നിയമ ഭേദഗതി എന്താണെന്നുള്ളതും അത് ഈ രാജ്യത്തെ പൗരന്മാരെ ഒരു തരത്തിലും ബാധിക്കുന്നതല്ല എന്നുള്ളതും നമ്മുടെ അയൽ രാജ്യങ്ങളായ, പ്രത്യേകിച്ച് ഒരു സമയത്ത് നമ്മുടെ ഭാരതത്തിന്റെ ഭാഗമായിരുന്ന രാജ്യങ്ങളിലെ, ഇവിടെ നിന്നും മതത്തിന്റെ പേരിൽ വിഘടിച്ചു പോയ ആ രാജ്യങ്ങളിലെ പെർസിക്യൂഷൻ, പീഡനം അനുഭവിക്കുന്ന മതന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം നൽകണം എന്നുള്ള ആ കാലം മുതൽ, സ്വാതന്ത്ര്യാനന്തര കാലം മുതൽ എല്ലാ പ്രധാനമന്ത്രിമാരും എല്ലാ സർക്കാരുകളും നമ്മുടെ രാജ്യം എടുത്തിട്ടുള്ള ഒരു നിലപാടുണ്ട്. ആ നിലപാടിനെ സാധൂകരിക്കാൻ വേണ്ടിയുള്ള ഒരു നിയമനിർമ്മാണം ഇപ്പോഴാണ് നടന്നത് എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ അകത്ത്. അത്രമാത്രം ലളിതമാണിത്. ഈ രാജ്യത്ത് ആർക്കും, ഈ ലോകത്തിൽ എവിടെ നിന്നും ഏത് ആൾക്കും ഇവിടെ പൗരത്വത്തിന് അപേക്ഷിക്കാവുന്ന, ഇവിടുത്തെ നിയമം അനുസരിച്ച് പൗരത്വത്തിന് അപേക്ഷിക്കുന്നതിൻ്റെ അകത്ത് യാതൊരു പ്രശ്നവുമില്ല. ഈ രാജ്യത്ത് പൗരത്വം കൊടുക്കുന്നതിന്
ചില നിയമങ്ങളുണ്ട്, നിയമാവലികളുണ്ട്. അതനുസരിച്ച് സർക്കാർ തീരുമാനിക്കും, അങ്ങനെ പൗരത്വം കൊടുക്കും. അങ്ങനെ എത്രയോ പേര് ഇവിടെ, സോണിയാഗാന്ധി വരെ ഇവിടെ ഒരു വിദേശ പൗരയായിരുന്നത്, അവരിവിടെ പൗരത്വത്തിന് അപേക്ഷിച്ച് പൗരത്വം ലഭിച്ച സ്ത്രീയാണ്. അങ്ങനെ ഒരുപാട് പേര് ഇവിടെ പല മതവിഭാഗത്തിൽപ്പെട്ടവർ ഇവിടെ പൗരത്വത്തിന് അപേക്ഷിച്ചിട്ടുണ്ട്, പൗരത്വം ലഭിച്ച് ഇവിടെ കഴിയുന്നുണ്ട്. എന്നാൽ ഈ നിയമം എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ, ഞാൻ ഈ മുമ്പ് പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇത് മുഖ്യമന്ത്രിക്ക് അറിയാൻ വയ്യാത്തതൊന്നുമല്ല, മുഖ്യമന്ത്രിക്ക് അറിയാൻ വയ്യാത്തതൊന്നുമല്ല, ഈ പറയുന്നവർക്കും അറിയാൻ വയ്യാത്തതല്ല. പക്ഷെ എന്താന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് മുസ്ലിങ്ങളെ ഭയപ്പെടുത്തി നിർത്താൻ പറ്റിയ ഒരു എലമെന്റിന് സാധ്യതയുണ്ട്. അതിനൊരു സാധ്യത കണ്ടപ്പോൾ അതിനെ എത്രമാത്രം ഉപയോഗിക്കാൻ കഴിയുമോ അത്രമാത്രം ഇവർ ഉപയോഗിക്കും. അത് മാത്രമേ ഉള്ളൂ. ഇവിടെ മുഖ്യമന്ത്രി പറയുന്നത് കേട്ടില്ലായിരുന്നു? എന്താണ് ഇവിടെ അടിവരയിട്ട് പറയുന്നു, നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന്. ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമം രാജ്യത്തെ നിയമമാണ്. കേരളം വേറെ രാജ്യമൊന്നുമല്ല. പിന്നെ ഇവിടെ ഈ നിയമപ്രകാരം പൗരത്വം ലഭിക്കുന്നവരെ താമസിപ്പിക്കാനുള്ള ഇടമായിട്ട് കേരളത്തിലെ കേന്ദ്ര ഗവൺമെന്റ് തിരഞ്ഞെടുത്തിട്ടുമില്ല. അതുകൊണ്ട് ഇവിടെ നടക്കില്ല. കേന്ദ്ര നിയമം കേന്ദ്രത്തിന്റെ കയ്യിലിരിക്കും. ഇത് കേരള രാജ്യമാണ്, പിണറായി രാജാവാണ്. നടപ്പിലാക്കാൻ കഴിയില്ല അല്ലെങ്കിൽ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞതിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യാം നമുക്ക്.